ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ്, വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്, ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതേ സെയിം പ്രോസസ്സ് തന്നെ രണ്ടാമതും ചെയ്യുക. പക്ഷേ ഉരുളക്കിഴങ്ങിന് പകരം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുക്കുക. മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ബീൻസ്, ക്യാരറ്റ് നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം. എന്നിട്ട് വേവിക്കാൻ വയ്ക്കുക. മറ്റൊരു പാത്രത്തിൽ സവാള എണ്ണ ഒഴിച്ച് വഴറ്റി ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി പേസ്റ്റ് ഒഴിക്കുക. അത് കുറച്ച് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് ഇളക്കുക. തൈര് കുറച്ച് ചേർത്ത് ഇളക്കുക. മല്ലിയില കുറച്ച് ചേർത്തിടുക. എന്നിട്ട് മുട്ടയും ഉരുളക്കിഴങ്ങും ചേർക്കുക. ഇതിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസിലിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഞങ്ങളുടെ ഒരു സിമ്പിൾ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനിത കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.